2024 മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിരുന്നു. കാരണം ആ ഒരു തുടക്കത്തിൽ തന്നെ ഒരുപാട് നല്ല കണ്ടൻറ്റ്സ് നമുക്ക് കിട്ടി. പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സും ബ്രഹ്മയുഗം, ആവേശം തുടങ്ങിയ ഒരുപാട് നല്ല സിനിമകൾ വന്നപ്പോൾ അല്ലെങ്കിൽ നല്ല കണ്ടൻറ്റുകൾ വന്നപ്പോൾ തിയേറ്ററിലേക്ക് ആൾ ഇരച്ചു കയറി ആൻഡ് അവർ ഇൻഡസ്ട്രി മുഴുവനായിട്ട് ബൂമാവുമെന്ന് നമ്മൾ കണ്ടു. ഇതുപോലെ ആയിരുന്നില്ല തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക്. കഴിഞ്ഞ വർഷം വലിയ വലിയ താരങ്ങളുടെ സിനിമ ഇറങ്ങിയപ്പോൾ അവരുണ്ടായിരുന്ന ഒരു ബൂമിനെക്കാളും ഈ ഒരു വർഷത്തിൽ ഇവരുടെ ആ ഒരു ആദ്യത്തെ ഹാഫിൽ വളരെ ശോകാവസ്ഥയായിരുന്നു. അറൗണ്ട് ഒരു 100-150 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു 3-4 പടങ്ങൾ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു സക്സസ് റേഷ്യോ ഉള്ള സിനിമകളെന്ന് പറയാം. പക്ഷേ ഇതൊന്നും തന്നെ വലിയ ആക്ടേഴ്സിൻ്റെ പടങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രൗഡിനെ പുള്ള് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സിനിമകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഒരു 4-5 മാസ കാലങ്ങളിൽ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ വലിയ ആക്ടേഴ്സിനും സിനിമകൾ വരാതിരിക്കുന്നത്, പ്രത്യേകിച്ച് അതിലൊരു 7-8 സിനിമകൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്രൗഡിനെ പുള്ള് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വലിയ കൊമേഴ്ഷ്യൽ സക്സസ് ആവാൻ സാധ്യതയുള്ള സിനിമകൾ, അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതിനു മുമ്പ് നമ്മൾ പുതിയൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, സ്ട്രൈറ്റ്സ് എന്നുള്ളത് നമ്മുടെ സിനിമ സ്റ്റെല്ലാർ, സിംപ്ലിഫൈഡ് ഗൂഗിൾ ആൻഡ് റീലോട്ട് മീഡിയ, നമ്മൾ 3 പേരും കൂടി കമ്പൈൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ആൻഡ് സ്ട്രൈറ്റ്സിൻ്റെ മെയിൻ ഉദ്ദേശം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മുടെ ആദ്യ പ്രൊഡക്റ്റായ ബീസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഈ ഓവർ സൈസ് ടീഷർട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റിൽ നമ്മൾ അധികം കാണാത്ത വളരെ യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസുകളാണ് ഈ ഒരു ബ്രാൻഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് തിരിച്ച് വീഡിയോയിലേക്ക് പോയാൽ, ഈ ഒരു സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഗോട്ട് എന്നൊരു വലിയ സിനിമ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. തളപതി വിജയുടെ ഈ ഒരു കരിയറിൻ്റെ എൻഡിങ്ങിലുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഹൈപ്പ് ചെറുതൊന്നുമല്ല. പക്ഷെ അതിൻ്റെ ട്രെയിലറിലും ടീസറിലും വലിയ ഹൈപ്പൊന്നും പേഴ്സണലി എനിക്കധികം കിട്ടിയിരുന്നില്ല. സെപ്റ്റംബർ 5-നാണ് ഈ സിനിമ ഇറങ്ങാനിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു സിനിമയ്ക്കും, പ്രത്യേകിച്ച് ഒരു തമിഴ് സിനിമയ്ക്കും കിട്ടാത്ത അത്രയും വലിയ റിസപ്ഷനിലാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ ഓരോ തിയേറ്ററിലും ഈ സിനിമ മാത്രമായിരിക്കും ഓടുക എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. അറൗണ്ട് ഒരു 10-300 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ്. വെങ്കട് പ്രഭുവാണ് സംവിധാനം ചെയ്യുന്നത്. യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്. വെങ്കട് പ്രഭുവിൻ്റെ എല്ലാ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ ഒരു യൂണീക്നെസ് ഉണ്ടാവും. ആ ഒരു യൂണീക്നെസ് ആണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഏറ്റവും വലിയ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്നൊരു ഫാക്ടറും. പക്ഷേ ബാക്കി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള ട്രെയിലറൊക്കെ എനിക്കൊരു നോർമൽ കൊമേഴ്ഷ്യൽ മൂവി കണ്ടൊരു ഫീലായിരുന്നു കിട്ടിയത്. പക്ഷേ എന്നെ പോലെയല്ല, എല്ലാവർക്കും ഭയങ്കര ഹൈപ്പുള്ളൊരു മൂവിയാണ്. ഒരു പക്ഷേ ഇങ്ങനെ മൂപ്പരുടെ ഫിലിം കരിയർ നിർത്താൻ പോകണമെന്നുള്ള പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു കൊമേഴ്ഷ്യൽ വാല്യൂം ചെറുതൊന്നും ആയിരിക്കില്ല. തമിഴിൽ നിന്നും ഏറ്റവും അടുത്ത് തന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സെപ്റ്റംബർ 5-നാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്, തളപതി വിജയുടെ ചിത്രം. ആൻഡ് തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ഒക്ടോബർ 10-ാം തീയതി നമുക്ക് 2 സിനിമകൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ കങ്കുവ. വിജയുടെ സിനിമ വരുന്ന പോലെ തന്നെ സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും അധികം ബഡ്ജറ്റ് ചെലവാക്കിയ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ സ്കെയിലുള്ള സിനിമയാണ്. ശിവിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര മെനക്കെട്ട ഈ സിനിമ എടുത്തിട്ടുള്ളത്. അറൗണ്ട് ഒരു 2-3 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ക്രൂ മുഴുവനായിട്ടിരിക്കുന്നു. ആൻഡ് ഇതൊരു ഫസ്റ്റ് പാർട്ട് മൂവിയാണ്. ആൻഡ് അല്ലെങ്കിൽ ഒരു 2 പാർട്ട് മൂവിയുടെ ഒരു ആദ്യ ഭാഗമാണ് ഇപ്പോൾ ഇത്. ആൻഡ് ഡയറക്ടർ ശിവയുടെ കരിയറിൽ മാത്രമല്ല, സൂര്യയുടെ കരിയറിലും ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാണ്. കാരണം ഒരു 300-350 കോടിയൊക്കെയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ആൻഡ് ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ബോബി ഡിയോളും ദിശ പട്ടാനി തുടങ്ങി ബോളിവുഡിലെ പ്രമുഖ ആക്ടേഴ്സ് ഒക്കെ തന്നെ ഇതിൽ വേഷമിടുന്നുണ്ട്. ദേവി ശ്രീപ്രസാദാണ് ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഒരു ഫാന്റസി ഫിക്ഷണൽ മോഡലുള്ളൊരു സാധനമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ സ്ഥിരം കാണുന്ന ഒരു പാറ്റേണിൽ അല്ലാത്തൊരു സിനിമ എന്നത് ഈ സിനിമയുടെ ഒരു ആൻറ്റിസിപ്പേഷൻ കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് പിന്നെ വേറൊന്ന്, 7-ാം അറിവിലൊക്കെ നമ്മൾ സൂര്യയുടെ ആ ഒരു ബോധിധർമ്മം എന്ന ഒരു പീരീഡ് പേസ് ക്യാരക്ടറൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ അപ്രോച്ച് ആയതുകൊണ്ടും സൂര്യ ഫാൻസിനെ സംബന്ധിച്ചും ഈ സിനിമ ഭയങ്കര അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമകളൊന്നാണ്. ഇതിന് പാർട്ട് 2 2027 ആയിരിക്കും പുറത്തിറങ്ങും എന്നാണ് ഏകദേശം പറഞ്ഞിട്ടുള്ളത്. ഒക്ടോബർ 10-നാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ കങ്കുവയുടെ ഒപ്പം തന്നെ വേട്ട എന്ന സിനിമയും കൂടി പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട്. ഇത് ക്ലാഷ് റിലീസാണ്. ഒരു പക്ഷേ ഈ ക്ലാഷ് ഈ അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ കങ്കുവ മാറ്റി വയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല അറ്റ് പ്രസന്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു ടൈം വരെ. വേട്ടയൻ ജയ്ബീബിന്റെ ഡയറക്ടറായ TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് കൂടാതെ അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണാ ദഗ്ബോട്ടെ തുടങ്ങി ഒരുപാട് വലിയ കാസ്റ്റ് ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അനിരുദ്ധാണ് സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ഗ്ലിംസും ടീസറും മാത്രമേ സിനിമയുടെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ട്രെയിലറൊന്നും വന്നിട്ടില്ല. അതൊക്കെ വന്നാലാണ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഹൈപ്പ് ബസ്റ്റർ കൂടുക എന്ന് പറയും. ടൈമുണ്ട്, ഒക്ടോബറിലാണ്. പക്ഷേ ഈവൻ കങ്കുവയുടെ ഒപ്പം ഇറങ്ങുമ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ രജനി ചിത്രം ആയതുകൊണ്ട് ആ ഒരു ക്ലാഷ് അനാവശ്യമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഏതെങ്കിലും ഒരു സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം എങ്ങനെ പോയാലും ആൾ ഇടിച്ച് കയറാൻ ചാൻസ് ഉള്ള സിനിമകളാണ് ഇതെല്ലാം തന്നെ. അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, ഇനീഷ്യൽ കിട്ടുന്ന ആ ഒരു ബൂസ്റ്റ് ചെറുതെന്നായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു ഫാൻഡം കാരണം. ഒക്ടോബർ 10-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ആൻഡ് അടുത്തത് കമൽഹാസൻ മൂവിയാണ്, നമ്മുടെ തഗ് ലൈഫ്. ഇന്ത്യൻ 2 ഇറങ്ങി. പക്ഷേ തഗ് ലൈഫ് ഈ വർഷം ഇറങ്ങുന്ന കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിന് സ്ലേറ്റ് കൊടുത്തിട്ടുള്ള ഈ വർഷം തന്നെയാണ്. ഒരു പക്ഷേ നവംബറിലും ഡിസംബറിലൊക്കെ ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ഫിലിം നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിരത്നം കമൽ കോംബോ ഒന്നുകൂടി വരികയാണ്.
സോ അതിൻ്റെ ഒരു ഹൈപ്പ് ചെറുതൊന്നുമില്ല. ഈവൺ അതിൻ്റെ ഒരു ഗ്ലിംസ്, ഒരു ടീസർ പോലൊരു സാധനം ഇവർ പുറത്തുവിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ആൻഡ് മണിരത്നം പടമായതുകൊണ്ട് തന്നെ കമലഹാസനെ കൂടാതെ ജയൻ രവി, STR തുടങ്ങി വലിയ താരനിരയും സിനിമയിൽ അണിനിരക്കാൻ പോകുന്നുണ്ട്. AR റഹ്മാനാണ് ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. സോ ഇന്ത്യൻ 2ൻ്റെ ഒക്കെ ആ ഒരു കംപ്ലീറ്റ് ബാക്ക്ലാഷ് മുഴുവനായിട്ട് ഇതിൽ മാറും നമുക്ക് പ്രതീക്ഷിക്കാം. സോ മറ്റത് കമലഹാസൻ്റെ പ്രശ്നമായിരുന്നില്ല, അടുത്ത ഡയറക്ടറിൻ്റെ ബാക്കിയുള്ള അങ്ങനത്തെ കുറേ ആസ്പെക്ട്സിനൊക്കെ കുഴപ്പമായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ 3ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ 2 എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ 3 കാണിച്ചാൽ മതിയായിരുന്നു, ഇന്ത്യൻ 2ൻ്റെ ആവശ്യമില്ല. അത് എന്തോ ആവട്ടെ. പക്ഷേ തഗ് ലൈഫിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം ഈ വർഷത്തിൽ തന്നെ നവംബറിലോ ഡിസംബറിലോ, അല്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത വർഷം ഏർലിയസ്റ്റ് ആയിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ സൂര്യ, വിജയ്, കമൽ, രജനി സിനിമകളൊക്കെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അജിത്ത് പടം, അല്ലെങ്കിൽ നമ്മുടെ തലപ്പടം കൂടി പുറത്തിറങ്ങുന്നുണ്ട്, വിടാമുയർച്ചി. ഒക്ടോബർ 31 ഈ സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മകൾ തിരുമേനിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധായിരിക്കും ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ മോഡിലുള്ള സിനിമയാണ്. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ ഒരു ടീസർ പോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ അജിത്ത് പടങ്ങളിലും അപ്ഡേറ്റ് വയ്ക്കുന്ന പോലെ തന്നെ ഫാൻസൊക്കെ തന്നെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് വിടാമുയർച്ചി. ഒക്ടോബർ 31 ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് പോസ്റ്റേഴ്സാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റേഴ്സിനൊക്കെ തന്നെ ബാക്ക്ലാഷാണ് കിട്ടിയത്. കാരണം എല്ലാം ഒരേപോലത്തെ പോസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താവട്ടെ. പക്ഷേ ഈ സിനിമയും വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന തമിഴ് സിനിമകളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് വലിയ ആക്ടറായ അജിത്തിൻ്റെ. ദെൻ വിജയ് സേതുപതിയുടെ ചിത്രം കൂടി പുറത്തിറങ്ങുന്നു. വിജയ് സേതുപതി മഹാരാജയ്ക്ക് വൻ കളക്ഷൻ ആയിരുന്നു. ഈ ഒരു വർഷത്തിൽ തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക് ഏക സമാധാനം എന്ന് പറയുന്ന ആ പടത്തിൽ തന്നെ ആയിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ലാതെ ഇറങ്ങിയ ഒരു സാധാരണ ചെറിയ പടമാണെന്ന് വിചാരിച്ചത്. പക്ഷേ ആ സിനിമയ്ക്ക് കിട്ടിയ റിസപ്ഷൻ ചെറുതൊന്നുമല്ല. സോ കണ്ടന്റ് അടിപൊളിയാണെങ്കിൽ ആള് കയറുന്നു. മഹാരാജയും കൂടി തമിഴ് ഓഡിയൻസിന് ഒന്ന് ഓർപ്പിച്ചു കൊടുത്തിരുന്നു. ഈ വർഷം ഇനി പുറത്തിറങ്ങിയിരിക്കുന്ന വിജയ് സേതുപതി ചിത്രം വിടുതലൈ പാർട്ട് 2 ആണ്. നമ്മുടെ ആദ്യ പാട്ടിന് കിട്ടിയ റിസപ്ഷൻ ചെറുതൊന്നുമായിരുന്നില്ല. അതൊരു സെക്കൻഡ് പാർട്ടാണ്. ഇതൊരു വിജയ് സേതുപതി പടം മാത്രമല്ല, സൂര്യയുടെ പടമാണ്. വെട്രിമാൻ സംവിധാനം ചെയ്യുന്ന സിനിമ. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഈ വർഷം തന്നെ അറൗണ്ട് ഒരു നവംബർ ഡിസംബറിലൊക്കെ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ പടം ഓൾറെഡി മഹാരാജ് ഇറങ്ങി, ദെൻ വിടുതലൈ പാട്ടും കൂടി ആയിരിക്കും വിജയ് സേതുപതിയുടെ കയ്യിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്ന തമിഴ് സിനിമകൾ. ദെൻ അടുത്ത് കാർത്തിയുടെ പടമാണ്. കാർത്തിയുടെ മെയ് അഴുകൻ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 27 ഈ സിനിമ റിലീസ് ചെയ്യുക. നമ്മുടെ 96 ഡയറക്ടറായ പ്രേംകുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതൊരു ഫാമിലി ഡ്രാമ മോഡലുള്ള മൂവിയാണ്. കാർത്തിയെ കൂടാതെ അരവിന്ദ് സ്വാമിക്ക് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് 2D എന്റർടൈൻമെന്റ് പിക്ചേഴ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ സൂര്യൻ ജ്യോതിയൊക്കെ കൂടി. പക്ഷേ ഈ വർഷം തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന കാർത്തിയുടെ വേറൊരു സിനിമ കൂടി ഉണ്ട്, വാ വാത്തിയാർ. അതിലാണ് കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് കൂടുതൽ. കാരണം അത് സംവിധാനം ചെയ്യുന്നത് സൂതുകാവ് സിനിമയുടെ സംവിധായകനായ നളൻ കുമാരസ്വാമിയാണ്. സോ ഇദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിക്ക് അടിപൊളിയാണ്. സോ ഒരു ഡയറക്ടർ പ്രോപ്പറായിട്ട് കാർത്തിയെ ഹാൻഡിൽ ചെയ്തെന്ന് തോന്നുന്നു. ആൻഡ് സന്തോഷ് നാരായണനാണ് ആ സിനിമയ്ക്ക് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ഒരു ആക്ഷൻ കോമഡി മോഡലുള്ള മൂവിയാണ്. ഇതിന്റെ പ്ലോട്ട് ലൈൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് നമുക്ക് കണ്ടറിയാം സിനിമ എങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. സിനിമ ഈ വർഷം തന്നെ നവംബർ ഡിസംബറിലൊക്കെ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഈ വർഷം തന്നെയാണ് ഈ പടം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ശിവകാർത്തികൻ ചിത്രമായ അമരൻ പുറത്തിറങ്ങുന്നുണ്ട് ഒക്ടോബർ 31. അജിത്തിന്റെ വിടാമുയർച്ചിക്കൊപ്പം തന്നെ ക്ലാഷ് റിലീസൊക്കെ ആയിട്ടാണ് പ്ലാൻ ഉള്ളത്. പക്ഷേ ഇനി ഏതാണ് മാറ്റുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഈ അമരൻ മേജർ മുകുന്ദ് വരദരാജൻ എന്ന സോൾജറിന്റെ ബയോപിക് ആണ് സിനിമയിൽ എടുത്തു കാണിക്കുന്നത്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് RKFA ആണ്. ആൻഡ് രാജ്കുമാർ പെരിയസ്വാമിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ദീപാവലി റിലീസായിട്ടാണ് ഈ സിനിമ വരാനിരിക്കുന്നത് ഒക്ടോബർ 31. വിടാമുയർച്ചയായിട്ട് ക്ലാഷ് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ കൺഫേം ആയിട്ട് നമുക്ക് അറിയില്ല. പക്ഷേ ഈ വർഷം തന്നെ ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. സോ മെയിൻ ആയിട്ട് വലിയ ആക്ടേഴ്സിന്റെ സിനിമകൾ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത്രയും സിനിമകളാണ്. പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ചാൻസ് കൂടുതൽ ഈ പടങ്ങളൊക്കെ തന്നെയാണ്. സോ ഇതിൽ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതെന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഒന്നുകൂടി ഓർപ്പിക്കുന്നു, നമ്മുടെ ബ്രാൻഡിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക.